ഹലോ ഗായ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കല്യാണം എന്ന് പറഞ്ഞത് ഒരു 1 ഡേ ഫംഗ്ഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഉച്ചവരെ എൻ്റെ ഓഡിറ്റോറിയത്തിലും ഉച്ചയ്ക്ക് ശേഷം റിസപ്ഷൻ ഫവാസിൻ്റെ ഓഡിറ്റോറിയത്തിലും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം രാവിലെ 4:30 മുതൽക്ക് രാത്രി 10 മണി വരെ ഫുൾ ഹെക്റ്റിക്കായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാ ബ്രൈഡ്സിനെയും പോലെ. എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം അതുപോലെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ വരെ ഞാൻ നല്ല ഡൗൺ ആയിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ ടെൻഷനല്ല, ബ്രൈഡൽ എൻട്രിക്ക് എൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു 7:45 മിനിറ്റിൻ്റെ. അപ്പോൾ ആ ഡാൻസ് ഞാൻ കൊള്ളാക്കുമോ, സ്റ്റെപ്പ് തെറ്റിക്കുമോ, ഡാൻസ് ചെയ്യുമ്പോൾ സാരി അഴിയോ, വിയർക്കൂലേ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മേക്കപ്പൊക്കെ ഒലിച്ചു പോവോ, ലിപ്സ്റ്റിക്ക് വരക്കുമോ, ഈ വക ടെൻഷനൊക്കെ ഇരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം രാവിലെ ഡാൻസ് കഴിയണ വരെ ഭയങ്കര ടെൻഷനായിരുന്നു. ഡാൻസ് കഴിഞ്ഞപ്പോൾ പിന്നെ 11 മണിയോട് കൂടിയിട്ട് ബ്രൈഡൽ എൻട്രി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളാകെ റിലാക്സ്ഡ് ആയി. പിന്നെ ഓക്കെ. പക്ഷെ ഒരു 12-12:30 ആയപ്പോൾ വീണ്ടും തുടങ്ങി അടുത്ത ടെൻഷൻ. അതായത് വൈകുന്നേരം ബ്യൂട്ടീഷ്യനോട് നമ്മൾ 3:30 എത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഫവാസിൻ്റെ വീട്ടിൽ. 1.5 മണിക്കൂർ സമയം വേണമെന്ന് അവർ പറഞ്ഞിരുന്നു മേക്കപ്പ് ചെയ്യാൻ. അപ്പോൾ 1.5 മണിക്കൂർ അവർക്ക് കിട്ടൂലേ? അവിടെ ഇപ്പം ഞാൻ ലേറ്റ് ആയാലോ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ എത്താൻ ലേറ്റ് ആവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ? പിന്നെ റിസപ്ഷൻ വീണ്ടും ലേറ്റ് ആവും രാത്രി. പിന്നെ അതാവും പിന്നെ അടുത്ത പ്രശ്നം. പിന്നെ എയർ ബ്രഷ് മേക്കപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എയർ ബ്രഷ് എങ്ങനെ ആയിരിക്കും, അത് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഇത് ഭംഗി ഉണ്ടാവും, ആ വക ടെൻഷൻ. പിന്നെ ലെഹങ്കൻ്റെ താഴെ ഷിമ്മി ഇടണോ, ഷിമ്മി ഒഴിവാക്കിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനത്തെ ഒക്കെ ടെൻഷനായി. പിന്നെ എനിക്ക് അപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്ക് ചിരിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിൽ ഫുൾ ഈ വക ടെൻഷൻസാണ്. എന്നിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് എൻ്റെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞില്ല. എനിക്ക് കരയണമെന്ന് അറിയില്ലായിരുന്നു. ആരും പറഞ്ഞു തന്നുമില്ല. ഇത് ഇത്ര നിർബന്ധമുള്ള കാര്യമാണെങ്കിൽ ഞാൻ കരഞ്ഞിരുന്നു എങ്ങനെയെങ്കിലൊക്കെ. പക്ഷെ എനിക്ക് ഇത്ര മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ വക തോട്ട്സൊക്കെ ആണല്ലോ എൻ്റെ മനസ്സിൽ, ലെഹങ്കയും ഷിമ്മിയും പറഞ്ഞ പോലെ. അപ്പോൾ അവിടുന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞ യാത്ര പോലും ഞാൻ പറഞ്ഞില്ല ആരോടും. അപ്പോൾ എന്നോട് ആരൊക്കെയോ ഓർമ്മിപ്പിക്കുകയാണ്, എന്താ നീ പറയാതെ ഇറങ്ങണമെന്ന്. അപ്പം ഞാൻ തിരിച്ചു പോയിട്ട് ഇവരോടൊക്കെ ഞാൻ പോവാണ്, എല്ലാവരും റിസപ്ഷന് വരണം എന്നൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ കരഞ്ഞില്ല. ഓക്കെ. ഒരു ആൻറ്റി, എൻ്റെ വകയിൽ ഒരു ആൻറ്റി എന്നെ ഓർമ്മിപ്പിക്കും കൂടി ചെയ്തു, എന്താ നീ കരയാത്തത് എന്ന്. അപ്പോഴും ഞാൻ കരഞ്ഞില്ലാന്നേ. ഫുൾ തോട്ട്സ് ഫുൾ ലെഹങ്കയാണല്ലോ, റിസപ്ഷൻ്റെ ലെഹങ്ക. അപ്പോൾ അങ്ങനെ കരയാതെ ഞാൻ കൂളായിട്ട് ചിരിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. അതൊരു വലിയൊരു പ്രശ്നമായി സത്യം പറഞ്ഞാൽ. അതിന് ശേഷം ഒരുപാട് ആൾക്കാർ, ഇന്നിപ്പോൾ 11ാമത്തെ ദിവസമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്, ഇന്ന് വരെയും എന്നോട് ഒരുപാട് പേര്, റിലേറ്റീവ്സ്, എൻ്റെ റിലേറ്റീവ്സ് അതെ, ഫവാസിൻ്റെ റിലേറ്റീവ്സ് അതെ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ കരയുന്നു. ഇതിപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊരു ഇത്രയും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിയുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കരഞ്ഞിരുന്നു. അപ്പം എനിക്ക് ഈ വീഡിയോ കാണുന്ന ബാച്ചിലർ ഗേൾസിനോട് പറയാനുള്ളൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ കരച്ചിൽ വരില്ല, പക്ഷെ എന്നാലും നിങ്ങൾ കരയണം, എങ്ങനെയെങ്കിലും കരയുക. ഓക്കെ. അല്ലെങ്കിൽ ആരും കാണാതെ ഈ നാരങ്ങയോ അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ ഉണ്ടാവില്ലേ, അതിങ്ങനെ കണ്ണിൽ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്താൽ മതി, പിന്നെ വന്നോളും. ഓക്കെ. അപ്പം എങ്ങനെയെങ്കിലും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കരയാൻ ശ്രമിക്കുക. കരഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതൊരു കുറ്റപ്പെടുത്തൽ പോലെയാണ്. എന്തുകൊണ്ട് കരഞ്ഞില്ല, കരയേണ്ടതായിരുന്നു, അത് കരഞ്ഞില്ല. ഓക്കെ. അപ്പം അതുകൊണ്ട് ഇനിയുള്ള ബ്രൈഡ്സെങ്കിലും ഈ ഒരു തെറ്റ് ഇനി ആരും ആവർത്തിക്കാതിരിക്കുക. നിർബന്ധമായിട്ടും എല്ലാവരും കരയാൻ മറക്കരുത് കേട്ടോ.